പോക്കറ്റ് അടിക്കാരെ സൂക്ഷിക്കുക എന്ന് ട്രെയിനിലും ബസ്സിലും ഈവൻ എയർപോർട്ടിൽ വരെ അനൗൺസ് ചെയ്യുന്ന ഒരു സിറ്റി ആയിട്ട് മാറിയേക്കാണ് ഇപ്പോൾ പാരീസ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്? പാരീസ് മാത്രമല്ല, യൂറോപ്പിലെയും യു കെയിലെയും പല സിറ്റീസിൻ്റെ അവസ്ഥ ഇത് തന്നെയാണ്. യങ് ഫേസ് എല്ലാം കംപ്ലീറ്റ് ആയി. ഇപ്പോൾ അവിടെ ചെന്ന മൊത്തം അപ്പൂപ്പന്മാരും അമ്മമാരും മാത്രമേ ഉള്ളൂ. അത് മാത്രമല്ല, ഇപ്പം അവരൊരു കാലങ്ങളോളം മറ്റു രാജ്യങ്ങളോട് ചെയ്ത് കൂട്ടിയ ആ ഒരു എന്താ പറയുക മോശം പ്രവൃത്തികളുടെയൊക്കെ കർമ്മഫലമാണ് ഇപ്പോൾ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഇപ്പോൾ അത്രയും പറഞ്ഞാൽ മില്യണേഴ്സ് ഒന്നും ഇല്ല. അവിടുത്തെ പൈസയുള്ള ആൾക്കാരെല്ലാം വേറെ രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് അവിടെ ഉള്ളത് മൊത്തം ഇമിഗ്രൻസ് ആണ്. ഇമിഗ്രൻസ് എന്ന് പറഞ്ഞാൽ വേറെ രാജ്യങ്ങളിൽ നിന്ന് കുടിയേറി പാർക്കുന്ന ആൾക്കാരാണ്. ജോലി ഇല്ലാതായി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആളുകൾക്ക് പൈസയ്ക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അപ്പോൾ ടൂറിസ്റ്റുകൾ വരുമ്പോൾ അവിടെ പോക്കറ്റ് അടിക്കുക എന്നുള്ളത് വളരെ സ്വാഭാവികമായുള്ള കാര്യമാണ്. ഈ പറയുന്ന രാജ്യങ്ങൾ ഇപ്പോൾ UK ആയിക്കോട്ടെ, യൂറോപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ USA പല സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ GCCയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നതിൻ്റെ കാരണം ഇപ്പോൾ സൗദി, ഖത്തർ, ദുബായിലേക്കൊക്കെ മൈഗ്രേറ്റ് ചെയ്യുന്ന റീസൺ എന്താണെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സ്ട്രിക്റ്റ് റൂൾസും അതുപോലെ സേഫ്റ്റിയാണ്. ഇവിടെയാണ് കറക്റ്റ് ടൈം. ഒരു എന്താ പറയുക, നമുക്കിപ്പോൾ പൈസയാണെങ്കിലും നമ്മുടെ പൈസ ഗ്രോ ചെയ്യാനാണെങ്കിലും നമ്മുടെ ലൈഫ് ഗ്രോ ചെയ്യാനാണെങ്കിലും ഇനി അടുത്തൊരു 20-30 ഇയേഴ്സ് എന്ന് പറയുന്നത് GCC കൺട്രീസ്